അധ്വാനം കൊണ്ട് ആളുകളെ അല്ലാഹു തആല ഉയർത്തും. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഇടിയങ്ങര ശൈഖിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു ചെരുപ്പ് വളരെ ദൂരത്ത് അഴിക്കും. ഹാദിമ്യങ്ങൾ കൂടെയുള്ളവരെ അഴിപ്പിക്കും. എന്നിട്ട് പറയും, ഇവിടെ കിടക്കുന്നോറ് ഇടിയങ്ങര ശൈഖ് എന്ന് പറഞ്ഞാൽ ഓർ അധ്വാനിച്ച് നേടിയെടുത്ത സ്ഥാനം മറ്റുള്ളവളെ പോലെയല്ല, അതുകൊണ്ട് ഓർ നല്ലോണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ ദൂരത്ത് നിന്ന് തന്നെ ചെരുപ്പ് അഴിപ്പിച്ചിട്ടാണ് ഓർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകാനെന്ന്. ബഹുമാനപ്പെട്ട ശൈഖുന നെരിക്കോട് ഉസ്താദ് അങ്ങനെയാണ്. നയിച്ച് നേടിയെടുത്ത വലിയ പദവിയാണ്. അല്ലാഹു തആല അവിടുത്തെ ദർജ ഇനിയും ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഫൈദും മദദും നമ്മളിലേക്ക് സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ വാർഷികത്തിലെ എല്ലാ മജ്ലിസുകളിലും ഉസ്താദിന്റെ സാന്നിധ്യം ഉണ്ടാവും. നമ്മള് പ്രമേയം പാസ്സാക്കി കമ്മിറ്റി പാസ്സാക്കിയിട്ട് അങ്ങ് പോവലാണ്. ഉസ്താദ് അങ്ങനെയല്ല. ഉസ്താദ് പാസ്സാക്കി നിർദ്ദേശിച്ച മുഴുവൻ മജ്ലിസുകൾക്കും അവിടുന്ന് പങ്കെടുത്തിരിക്കും. അതിനൊരു വൈക്ലഭ്യമോ വൈമനസ്യമോ ക്ഷീണമോ ഉസ്താദ് അവർകൾ പ്രശ്നമാക്കാറില്ല. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അധ്വാനം കൊണ്ട് ആളുകൾ ഉയരും. സീമരിദനെ കുറിച്ച് കേട്ടില്ലേ? പി ഉസ്താദ് പറയുന്നു, അവിടുന്ന് 1000 റക്അത്ത് രാത്രിയിൽ നിസ്കരിക്കുന്നത് ഞാൻ എൻ്റെ ഇക്കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഒരു കുട്ടിയോട് നിങ്ങൾ പറയാൻ പാടില്ല ഇത്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് പറയാം, കാരണം ഒരു വഫാത്തായി പോയില്ലേ, ജീവിതകാലത്ത് പറയരുതെന്ന് അതിനർത്ഥമുള്ളൂ. രാവേറെ ചെന്നിട്ടും സിയംബിക്കേറിൽ തന്നെ, രാവേറെ ചെന്നിട്ടും ബിവി കാത്തിട്ടിരിപ്പാണേ. സീമലിനെ കുറിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇജ്തിഹാദ് കൊണ്ട് വളരും. മറ്റൊരു വിഭാഗമുണ്ട്, അവർ മൂന്നാമത്തെ വിഭാഗം ബിദ്ദുആ, പ്രാർത്ഥനകൾ കൊണ്ട് ഉയരുന്ന വിഭാഗം. അള്ളാഹു നമ്മളൊക്കെ വളർത്തിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു ഇസ്തിഫാ കൊണ്ട് ഉയർന്ന ആളാണെങ്കിലും അവിടുത്തെ അമ്മാവനും അവിടുത്തെ ആത്മീയ ഗുരുവര്യനും കൂടിയായ ഹസൻ അൽ ബത്ഹാ റളിയല്ലാഹു അൻഹുവിന്റെ നിരതമായ പ്രാർത്ഥന ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ഉയർച്ചയ്ക്ക് പരിണിതയായിട്ടുണ്ട്. അതുപോലെ തന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനെ ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ മുഅല്ലിഹുകൾ നമുക്ക് തെര്യപ്പെടുത്തി തരുന്നു. പ്രാർത്ഥന കൊണ്ട് അല്ലാഹു തആല ഉയർത്തും. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ദരിദ്രനായിരുന്നു. ഉമ്മ കൊണ്ടുവന്നിട്ട് ദുആർപ്പിക്കും, യാ റസൂലല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട മകൻ അനസിന് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി മുത്തുനബി ദുആ ചെയ്തു കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തൊടിയിൽ, അവിടുത്തെ തോട്ടത്തിൽ സീസണെന്നോ ഔട്ട് ഓഫ് സീസണെന്നോ കാലഭേദമന്യേ പൂ തുലഞ്ഞു നിൽക്കുന്ന, ഫ്ലറിഷ്നസോടെ നിറഞ്ഞു നിൽക്കുന്ന പഴക്കുലകൾ, മുന്തിരിയും കാരക്കയും പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാം. കനിയില്ല കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞേ മരത്തുമ്മൽ കായായി നിറച്ചോവർ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രാർത്ഥന കൊണ്ട് ഉയർന്ന ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിപ്പിക്കും, അങ്ങ് ദുആ ചെയ്തു കൊടുക്കണം എൻ്റെ മകന്റെ ഭാസുരമായ ഭാവിക്ക് വേണ്ടി. അവന്റെ ഭാവി ഇരുളറിയരുത്, ആസുരതകൾ നിറഞ്ഞതാവരുത്, ഭാസുരതയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തു, അല്ലാഹുമ്മ അല്ലിംഹു മിൻ തഅ്വീലിൽ ഖുർആൻ, അല്ലാഹുവേ വിശുദ്ധ ഖുർആന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ, നിന്റെ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അനസിന്, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് നീ തൗഫീഖ് കൊടുക്കണേ എന്ന് മുത്തുനബി ദുആ ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹുവിനെ മുഫസ്സിറുകളും അതുപോലെ തന്നെ ഹിസ്റ്റോറിയൻസും രേഖപ്പെടുത്തുന്ന പ്രഖ്യാതി എന്താണ്? റഈസുൽ മുഫസ്സിരീൻ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളിലെ മുടിചൂടാമന്നനായ അഗ്രേസരനായ വ്യാഖ്യാതാവ് എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിളിക്കുന്നത് തന്നെ.
അപ്പോ അങ്ങനെ ആളുകൾ ഉയരും. ഇസ്തിഫാ കൊണ്ട്, അതുപോലെ തന്നെ ബിദ്വാ പ്രാർത്ഥന കൊണ്ട്, മറ്റൊന്ന് ഇജ്തിഹാദ് തന്റെ അത്യധ്വാനം കൊണ്ടുവരും. അള്ളാഹു നമ്മളെയൊക്കെ ഉയർത്തി തെരുമാറാവട്ടെ. അപ്പൊ പണ്ടേ ഉള്ള ശീലാണ് സാലിഹീങ്ങളുടെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുക എന്നുള്ളത്. അരീക്കോട് ഉസ്താദിന്റെ അടുക്കലേക്ക് നമ്മളൊക്കെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. നമ്മളിൽ ഇന്ന് കാണുന്ന എന്തെങ്കിലും ഉയർച്ചയുണ്ടെങ്കിൽ അതൊക്കെയും സാലിഹീങ്ങളുടെ പ്രാർത്ഥനയുടെ പരിണിതിയാണ്. അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ, ഇനിയും നമുക്ക് ഉയർച്ച കുതവി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ 3 വിഭാഗമാണ്. ഒന്ന്, ജനങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഒളിവ് ജീവിതം നയിക്കുന്ന വിഭാഗം. അവരെ നമ്മൾ കാണൂല. ആരാരും അറിയപ്പെടാതെ അള്ളാഹുവിന്റെ ആളുകളായി, ഇലാഹി പ്രേമത്തിന്റെ ആളുകളായി അവർ മലമടക്കുകളിൽ ഭജനമിരുന്ന് ജപമാല പിടിച്ച് തസ്ബീഹ് ചൊല്ലി അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരമാനന്ദം പുൽകുന്ന വിഭാഗം. അവർ ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും. ഈ ലോകത്തുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോലാഹലങ്ങളിലും ബഹളമഹിമയിലും അവര് മയത്തിലൊന്നും അവരെ കാണാൻ കിട്ടൂല. അവര് ഫിത്നയിൽ നിന്ന് മാറി നിന്ന് ഇത് ജീവിക്കാൻ പറ്റിയ ഇടമല്ല. അല്ലേ, ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തലഖുദ് ദുനിയ വഖാഫുൽ ഫിതന എന്ന് പറഞ്ഞില്ലേ. ഫിത്ന ഭയപ്പെട്ടുകൊണ്ട് ബുദ്ധിയുക്തിഭദ്രന്മാരായ അള്ളാഹുവിന്റെ അടുത്ത അടിമകൾ അവർ ജനക്കൂട്ടത്തിൽ നിന്ന്, ജനങ്ങളുടെ ഫിത്നകളിൽ നിന്ന്, പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഈ പ്രാപഞ്ചിക കുഴപ്പങ്ങളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് ഉൾവലിഞ്ഞ് വനവാസം നയിച്ച് റബ്ബിനെ ധ്യാനിച്ച് റബ്ബിനെ പുൽകുന്ന പരമാനന്ദത്തിന്റെ ആളുകൾ. ആരാരും അറിയപ്പെടാതെ, പ്രശസ്തിക്കും പ്രഖ്യാതിക്കൊന്നും പോവാതെ, ഫെയിമിനും റിനൗണ്ടാവാനൊന്നും പോവാതെ മൺമറഞ്ഞു പോകുന്ന മഹത്തുക്കൾ. അല്ലാഹുവിന്റെ ബറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. മറ്റൊരു വിഭാഗമുണ്ട്, ജനങ്ങളിൽ നിന്ന് അവര് ഒളിവ് ജീവിതം നയിക്കും. പിന്നെ കലങ്ങി തെളിഞ്ഞതിന് ശേഷം പിന്നെ അവര് തിരിച്ചു വന്നിട്ട് ജനങ്ങളെ ആത്മീയമായ പരിവേഷം കൊടുത്ത്, നിർദ്ദേശങ്ങൾ കൊടുത്ത്, അവരെ ശാസിച്ച്, അവരെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച്, അവരെ പ്രബോധിപ്പിച്ച്, അവരെ നല്ലതാക്കി എടുക്കുന്ന, പിന്നെ സാംസ്കാരിക നായകന്മാരാക്കി മാറ്റുന്ന ആത്മീയതയുടെ മേലധ്യക്ഷന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. CM വലിയുല്ലാഹി അങ്ങനെയാണല്ലോ. ഒരു കാലത്ത് ഒരു മറിഞ്ഞങ്ങ് പോയി. മുദരിസായി ദർസ് നടത്തുമ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഇനിയുള്ള ദർസൊന്നുമില്ല, നിങ്ങൾ പോയിക്കോ, നല്ല ദർസ് നോക്കിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് ഓറങ്ങ് മടങ്ങി. ഓറങ്ങനെ വയനാട്ടിൽ വനാന്തരങ്ങളിൽ കാട്ടാനകൾക്ക് കരിമ്പ് കൊടുക്കുന്നതൊക്കെ കണ്ടവരുണ്ട്. കലങ്ങിത്തെളിഞ്ഞതിന് ശേഷം മൂപ്പര് വന്ന് ആ ഇരിക്കുന്ന സമയത്ത് പറമ്പിൽ ബസാറിലെ കാട്ടിൽ ഓറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹസൻ മുസ്ലിയാരോട് മാത്രമാണ് ഓർ സംസാരിക്കേണ്ടി വന്നാൽ നിർബന്ധവശാൽ. ഒരു ദിവസം ഈ ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവരുകൾ പോയി. എന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കർ, നിങ്ങൾ ബാക്കവി അല്ലേ, നിങ്ങൾ മതവിരുദ്ധ എടുത്ത ആളല്ലേ, ഭാര്യക്ക് നിങ്ങളുടെ മേൽ ഭാര്യക്ക് കൊടുക്കേണ്ട അവകാശമില്ലേ, ഭാര്യയ്ക്ക് ചില അവകാശങ്ങളില്ലേ, നിങ്ങൾ കൊടുക്കണ്ടല്ലേ, നിങ്ങൾ മൊയിലാറല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ ഇവിടെ വന്നിട്ട് വനവാസം നയിച്ചാൽ ഭാര്യന്റെ ഹക്ക് വീടുവോ, ശാരീരികമായ സഹശയനം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ സകലദയനങ്ങളോട് CM വലിയുല്ലാഹി പറഞ്ഞു, എനിക്കൊരു കൽബേ ഉള്ളൂ, എനിക്കൊരു മനസ്സേ ഉള്ളൂ. ആ മനസ്സും ശരീരവും ഞാൻ അല്ലാഹുവിന് ബലിയർപ്പിച്ചു കഴിഞ്ഞു, സമർപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേറൊരു മനസ്സില്ല, എനിക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ, എൻ്റെ ദേഹത്ത് വേറൊരു കൽബില്ല. ഞാൻ അല്ലാഹുവിൽ അർപ്പിച്ചു, പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കും? എന്നിട്ട് ഓറ് കലങ്ങി തെളിഞ്ഞു വന്നതിന് ശേഷം പറയാണ്, ഞാൻ പിന്നെ EK ഹസൻ മുസ്ലിയാരോട് മാത്രം അന്ന് സംസാരിച്ച ആ 2 വാക്ക് സംസാരിച്ചതിൻ്റെ പേരിൽ എൻ്റെ റിയാള് വീഴാൻ വേണ്ടിയിട്ട് 4 വർഷം ഞാൻ പണിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഫെയ്ദും മദദും ഞങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് അള്ളാഹു തആല ചൊരിഞ്ഞ് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അങ്ങനെയാണ് അവരൊക്കെ റിയാദയുടെ മേൽ ഷെയ്ഖ് റിഫായി തങ്ങളും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒക്കെ നേടിയെടുത്ത വിലായത്തിന്റെ പദവിയിലേക്കുള്ള ആത്മീയമായ ഉത്കർഷത്തേക്ക് അവർ ചെയ്ത ത്യാഗസുരഭിലമായ റിയാദകളുണ്ട്.
ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇരുന്നിരുന്നിരുന്ന് ദിക്റിലും ഫിക്റിലും അതുപോലെ തന്നെ ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതിന്റെ ഖത്മകളുടെ സപര്യകൾ തീർത്തുകൊണ്ടാണ് ആത്മീയമായ വലിയ ദറജയിലേക്ക് അവിടെ എത്തുന്നത്. റിയാദ അങ്ങനെയാണ്. റിയാദ നമുക്ക് വലിയ വലിയ ദറജകൾ നൽകും. അതായത് നമ്മൾ കണ്ടില്ലേ, നമ്മളൊക്കെ വീടെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിന്റെ കട്ട ഉപയോഗിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അഥവാ ഓടോ അല്ലെങ്കിൽ മുടഞ്ഞ ഓലയോ കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മഴ വന്നാൽ ചുമര് വെച്ച മൺകട്ടൊക്കെ കുതിർന്നിട്ട് ഒടിഞ്ഞങ്ങ് ചുമരങ്ങ് വീണു പോകും. അങ്ങനെ വീണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെയാണ് ചെങ്കല്ലും കപ്പണയൊക്കെ വന്നിട്ട് ചെങ്കല്ലും കൊണ്ട് കല്ല് വെക്കാൻ വീടിന്റെ ചുമര് വെക്കാൻ തുടങ്ങിയത്. എന്നാൽ ആ കല്ലും ചിലപ്പോൾ ഏറെക്കാലം മഴ കൊണ്ടാൽ പൊടിഞ്ഞു. കപ്പണയിലൊക്കെ അങ്ങനെ തന്നെ വെച്ച് മൺസൂൺ സീസൺ വന്ന് മഴ കൊണ്ട് പിന്നെ കല്ലങ്ങ് പൊടിഞ്ഞു. എന്നാൽ അതേപോലെ പാടത്ത് കുഴിച്ചിട്ടുണ്ടാക്കുന്ന മണ്ണെടുത്തിട്ട് ഇഷ്ടിക ഉണ്ടാക്കി, എന്നിട്ട് അതിന് 2 ആഴ്ചത്തെ റിയാദ കൊടുത്ത്, 2 ആഴ്ച അതിനൊരു റിയാദ. എന്താ 2 ആഴ്ച ചുട്ട് പൊഴിപ്പിച്ച് അബിൽപ്പൊരി മരയൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് 2 ആഴ്ച ചുട്ട് പൊഴിപ്പിച്ചിട്ട് റിയാദ കൊടുത്ത് 2 ആഴ്ചത്തെ റിയാദയാണ്. എന്നിട്ട് കട്ട ഇഷ്ടികന്റെ പണി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ വെക്കുക, ഓർഡർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓർഡർ വന്നിട്ട് തീരൂല ഇത്. അപ്പൊ മൺസൂൺ സീസൺ വരും, വയല് പുഴയായി മാറും, വയല് കടലായി മാറും. ഈ ഇഷ്ടിക 6 മാസം വെള്ളത്തിൽ തന്നെ കുതിർന്നിട്ടുണ്ടാവും. കല്ല് പൊടിയുന്നത് പോലെ പൊടിയുന്ന പ്രശ്നം ഇഷ്ടികക്കില്ല. കാരണം അവര് റിയാദ വീടിന്റെ 2 ആഴ്ചത്തെ റിയാദ മാത്രം. 2 ആഴ്ചത്തെ റിയാദിന്റെ പവറാണ് കല്ലിനേക്കാൾ ഇഷ്ടികക്ക് സ്ഥാനം കൂട്ടിക്കൊടുത്തത്. പ്രതിരോധശേഷിയും മഴ വന്ന് കെട്ടിക്കിടന്ന വെള്ളത്തിന് പൊടിക്കാൻ സാധിക്കുന്നില്ല. കാരണം റിയാദ വീടിന്റെ ആത്മീയമായ ഉയർച്ച ഇഷ്ടികക്ക് വന്നിട്ടുണ്ട് റിയാദ വീടിൽ. എന്നാൽ ആ ഇഷ്ടിക എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ പഴയ പലചരക്കടന്റെ വരാന്തയിൽ അത് പാകി, എന്നിട്ട് കല്ലിന്റെ ഉപ്പിന്റെ ചാക്കെടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ മേലെ വെച്ച് 1 കൊല്ലം കഴിയുമ്പോൾ ആ ഇഷ്ടിക ഇങ്ങനെ നുരുമ്പിറ്റ് കുഴിയായത് കാണാം. ചാക്ക് വെച്ചെടുത്ത് ഉപ്പിനെ പ്രതിരോധിക്കാൻ മാത്രമല്ല റിയാദ മൂപ്പർക്ക് കിട്ടിയിട്ടില്ല, ഇഷ്ടികക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ അതേ പാടത്തെ മണ്ണെടുത്തിട്ട് കമ്പനി കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ദുനിയാവിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രി സെൽഷ്യസ് തിളച്ചു മറിയുന്ന തീയാണ് ഇൻഡസ്ട്രിയൽ ഫയർ. കമ്പനികളിൽ കത്തിക്കുന്ന, ഫാക്ടറികളിൽ കത്തിക്കുന്ന തീ. ആ തീയുടെ ചൂളയിലിട്ടിട്ട് പഴുപ്പിച്ച് ഗ്ലാസ് ആക്കി പിഞ്ഞാണാക്കിയിട്ട് കൊണ്ടുവന്ന പാത്രത്തിലാണ് ഉപ്പ് ഉമ്മ സൂക്ഷിക്കുന്നത് തന്നെ. ആ പിഞ്ഞാണത്തിന് കേടുപാട് പറ്റുന്നില്ല. കാരണം അതിനത്രമേൽ റിയാദ കൊടുത്തിട്ട് ട്രെയിൻഡ് ആയിട്ടാണ് ആ പിഞ്ഞാണം വിപണിയിൽ ഇറങ്ങുന്നത് എന്നതുകൊണ്ടാണ്. വീട് വെക്കുമ്പോൾ തന്നെ ചുറ്റുവട്ടത്ത് കുറച്ച് തെങ്ങൊക്കെ വെക്കും നമ്മൾ. എന്നിട്ട് 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗോപാലേട്ടനെ വിളിച്ചിട്ട് തെങ്ങ് തുറക്കാൻ വേണ്ടി പറയും. തെങ്ങ് തുറക്കുമ്പോൾ ഒരു പിഞ്ഞാണം കിട്ടി. ഇതൊന്നും പറ്റിയിട്ടില്ലല്ല അതീസ്ഥാത്ത, ഇതെന്താ ഈ പിഞ്ഞാണത്തിനൊരു കേടുപാടും പറ്റിയിട്ടില്ലല്ല, ഇതെന്തിനാ പിന്നെ മണ്ണിലിട്ട് തൈക്കുണ്ടിലിട്ടത്? ആ പുമ്മ ഏർത്തെടുക്കുകയാണ്. അതെന്തല്ലോ, അത് പൊരയിൽ കൂടെ ഇല്ല. അന്ന് മണ്ടയും തെരിയുണ്ടയും കോലപ്പൊക്കെ വിളമ്പി കഴുകി വെക്കാൻ വേണ്ടി നോക്കുമ്പോ ടൈൽസിൽ മുട്ടിട്ട് ഒരു വര വന്നിന്. അപ്പൊ തൈക്കുണ്ടിലിട്ടതാ. 20 കൊല്ലായി മണ്ണി കിടക്കുന്നു. ഒന്നിനും ആ പിഞ്ഞാണത്തെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് റിയാദ വീടിയിട്ട് വിലായത്തിന്റെ പദവിയിൽ എത്തിയിട്ടുണ്ട്. ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയാഇ വൽ ഔലിയാ. ആത്മീയമായ ഉത്കർഷയിലെത്തിയ റിയാദ വീടി വിലായത്തിലേക്ക് എത്തിയ നബിമാർ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അവരുടെ തിരുശരീരം തൊട്ട് കളിക്കാൻ ഒരു മണ്ണിനും അള്ളാഹു അധികാരം കൊടുത്തില്ല. അവരെ ശരീരം തൊട്ടുപോകരുത്, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. അങ്ങനെ അത്യധ്വാനം കൊണ്ട് ഉയർന്ന ആളുകൾ, റിയാദ കൊണ്ട് ഉയരുന്ന ആളുകൾ, അങ്ങനെ ഒരു വിഭാഗമാണ് ജനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഉൾവലിഞ്ഞ് ജീവിക്കും. എന്നിട്ട് റിയാദൊക്കെ കൂടിയതിനു ശേഷം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങും. മുറബ്ബിയൻ ലഹും വ മുർശിദ. അവർക്ക് ശാസനകളും അതുപോലെ തന്നെ ജീവിത തത്വങ്ങളൊക്കെ പഠിപ്പിച്ച് അവരെ സ്വലാത്തൊക്കെ ചൊല്ലിച്ച് ദിക്റൊക്കെ ചൊല്ലിച്ചിട്ട് നല്ല നടപ്പിന് വിടാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചു വരുന്നത്. എന്നാ മറ്റൊരു വിഭാഗമുണ്ട്, അവർക്ക് അങ്ങനെ ഉൾവലിയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് യഈശു മഅഹും, അവര് ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. മുർഷിദൻ വ മുറബ്ബിയൻ ലഹും, അവർക്ക് വേണ്ടി അവരുടെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ, ആത്മീയമായ സാരോപദേശങ്ങൾ കൊടുക്കാൻ, അവരെ ശാസിക്കാൻ,
അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹൃതമാക്കാൻ അവരിൽ ഒരാളായി തന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് അവരെ ആത്മീയമായി ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരിൽ ഒരാളായി തന്നെ ഒളിവ് ജീവിതമൊന്നും അവർക്കില്ല. ഫിത്നയെ ഭയപ്പെട്ട് മലമടക്കുകളിലേക്ക് ഒഴിഞ്ഞു പോകേണ്ട വനവാസം നയിക്കേണ്ട ഗതികളൊന്നും അവർക്കില്ല. അവരത്രമേൽ പവറുള്ള അള്ളാഹുവിന്റെ ഇസ്തിഫാ കൊണ്ട്, അള്ളാഹുവിന്റെ മഹദായ ഫദ്ല് കൊണ്ട് വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഒരു കയ്യും കണക്കുമില്ലാതെ ജനങ്ങളെ കൂട്ടത്തിൽ തന്നെ നിന്നുകൊണ്ട് അള്ളാഹു തആല കൊടുത്ത വിഭാഗമാണ് അവർ. അവർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടേ, ബഹുമാനപ്പെട്ട നരിക്കോട് ഉസ്താദ് മറഞ്ഞിട്ടില്ല, നമ്മളെ കൂടെ തന്നെ ദിക്റിലിരുന്ന് നമുക്ക് ദിക്റും സ്വലാത്തും ചൊല്ലിത്തന്ന് നമുക്ക് വേണ്ടി നേതൃത്വം നൽകിയ മഹാനുഭാവൻ അവിടുന്ന് എവിടെയും മറഞ്ഞു പോയിട്ടില്ല. നമ്മളിൽ ഒരാളായി, നമ്മളുടെ നേതാവായി, നമ്മുടെ സദസ്സുകൾക്ക് മേലധ്യക്ഷനായി നേതൃപരമായ പങ്കുവഹിക്കുകയും നമ്മളിൽ ഒരാളായി നമ്മളിൽ നിന്ന് ഉയർന്ന് വലിയ പദവിയിലേക്ക് എത്തിയ മഹാനുഭാവൻ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ചില ആളുകളുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ജനങ്ങളെ കൂടെ തന്നെ നമ്മളെ സമസ്തയുടെ ഉലമാക്കൾ, നമ്മൾ വിചാരിക്കണ്ട ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രോഗം മാറ്റുന്ന ആളും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ആൾ മാത്രം ഔലിയ മനസ്സിലാക്കണ്ട. ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്തുള്ള ഉലമാക്കളാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദും സുലൈമാൻ ഉസ്താദൊക്കെ. ഉസ്താദ് ഇപ്പം അടുത്ത് സൗദിയിൽ വന്ന് ഒരു നിസ്കരിക്കുന്നത് തന്നെ ഇങ്ങനെ കുനിഞ്ഞിട്ടാണ്, കയ്യാത്തോണ്ട് യാത്രയൊക്കെ ചെയ്തിട്ട് വിറയാർന്ന കൈകളോടുകൂടി ഈ വറക്കുന്ന കൈ ഇങ്ങനെ ഉണ്ട് സമയത്ത് തന്നെ കാലിന്റെ വിരലുകൾ തിക്കാറ്റല് സുന്നത്ത, ചെറുവിരലുണ്ട്, ഇടത്തേ കൈന്റെ ചെറുവിരലുണ്ട്, താഴ്ന്ന് മേലോട്ടേക്ക് ഇങ്ങനെ തിക്കാറ്റല് സുന്നത്ത അത് കൊടുക്കുമ്പോൾ അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവർ. അല്ലാഹു അടുത്ത ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. എന്നിട്ട് എപ്പം വുദു എടുക്കുന്നുവോ എന്ത് തിരക്കുണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ആളുകൾ കാത്തിക്കുന്നുണ്ട്. ഓറ് മൂത്രയിച്ച് വുദു എടുത്തിട്ട് വന്നോ എന്നാ പിന്നെ 2 റക്അത്ത് നിസ്കാരം പാസ്സായി. അവരെ മറ്റുള്ളവർ കാത്തുന്നുള്ള വുദു എപ്പോൾ എടുത്തോ അന്നേരം നിസ്കരിക്കും. ഇങ്ങനെ ജീവിത വിശുദ്ധിയും സൂക്ഷ്മതയും കാത്തു സൂക്ഷിക്കുന്ന മഹാരഥന്മാരാണ് നമുക്കിന്ന് നേതൃത്വം വഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ കൂടെ നിന്നിട്ട് വനവാസത്തിൽ നിന്നും പോവാതെ ജനങ്ങളെ കൂടെ നിന്നിട്ട് ആത്മീയമായ ഉത്കർഷേച്ഛ നേടിയെടുത്ത മഹത്തുക്കൾ അതൊരു വിഭാഗമാണ്. അപ്പോൾ 3 വിഭാഗം ഔലിയാക്കൾ ജനങ്ങളിൽ നിന്ന് മറിഞ്ഞിട്ട് തന്നെ വഫാത്താവും, ആർക്കും അറിയില്ല. ചില വിഭാഗം ജനങ്ങളിൽ നിന്ന് മറിയും, പിന്നെ അവരെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി തിരിച്ചു വരും. അങ്ങനെ അറിയപ്പെട്ട് മരിച്ചു, വഫാത്തായി പോകും. അന്തർപ്പാപ്പൊക്കെ അങ്ങനെയായിരുന്നു. മറിഞ്ഞിട്ട് കുറെ കാലം ആർക്കും അറിയില്ല, കുറെ കാലം ആർക്കും അറിയില്ല. അങ്ങനെ അറിയപ്പെട്ട് ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന്റെ തലേന്ന് പൊന്നാനിയിലെ കുളത്തിൽ കരിക്കട്ടയോണ്ട് എഴുതുന്ന പണിയാന്നുള്ള ഓർക്കണ്ടേ, ഇന്ത്യൻ പ്രധാനമന്ത്രി നാളെ മരിക്കും. എല്ലാവരും കളിയാക്കി ചിരിച്ച് എന്ത് എഴുതിയ നോക്കിയട്ടെ. പിറ്റേന്ന് വാർത്ത വന്നു. അപ്പോഴേക്കും എല്ലാവരും വന്ന് ക്ഷമാപണം നടത്താൻ വേണ്ടി ഉറക്കാണുന്നില്ല. ഏറെക്കാലം മറിഞ്ഞു നടന്ന ആള് പിന്നെ വന്നിട്ട് ആളുകൾക്ക് ദിക്ർ കൊടുക്കുന്നു, സ്വലാത്ത് കൊടുക്കുന്നു, ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ പിന്നെ ഔലിയാക്കൾ 3ാമത്തെ വിഭാഗം അതാണ്. ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞ് തിരിച്ചു വരും. 3ാമത്തെ വിഭാഗം ജനങ്ങളിൽ തന്നെ ഉണ്ട്, അവർ മറഞ്ഞു പോകുന്നില്ല, അവിടെ തന്നെ നിന്നിട്ട് ജനങ്ങളെ തർബിയത്തുന്ന മഹത്തുക്കൾ. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, അവിടുന്ന് കാന സയ്യിദു റിഫാഇ റളിയല്ലാഹു അൻഹു ലമ്മാ യഖഉദു മഅൻ നാസ് യഖൂലു ലഹും അയ്യു സാദത്തിൻ ലസ്തു ബിശൈഖിൻ അലൈക്കും ലസ്തു മുഖദ്ദമൻ അലാ ഹാദൽ ജംഅ്. നിങ്ങൾ എന്നെ നേതാവാക്കണ്ട, ഞാൻ ഈ കൂട്ടം ആളുകളുടെ നേതാവൊന്നുമല്ല, നമ്മളെല്ലാവരുമാണ്. അതായത് ഒരു നേതാവ് ജനകീയനാകുന്നത് ജനങ്ങളിൽ ഒരുവനാകുമ്പോഴാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ് അങ്ങനെയാണ്. എവിടെയാണോ മജ്ലിസിന്റെ അവസാനം ചെന്നെത്തുന്നത് അവിടെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുക. സദസ്സ് നോക്കിയിട്ട് ഇതാണ് സദസ്സ് എന്ന് തിരിയൂല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മട്ടും പാവം കാണുമ്പോൾ അവിടെ നിന്നാണ് നേതാവ്, അവിടെ നിന്നാണ് നേതൃത്വം എന്ന് തിരിയുമെന്നല്ലാതെ
ഒരു പ്രസീഡിയം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസിൽ ഇല്ലാന്ന ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു വിനയത്തിന്റെ ഭവ്യതയുടെ ആളുകളെ അങ്ങോട്ട് ബഹുമാനിച്ച് വിനീത വിധേയത്വം പ്രകടിപ്പിക്കുന്നതിന്റെ മകളോദാഹരണമായിരുന്നു. അക്കാലഘട്ടത്തിലുള്ള ആളുകൾ ഉദാഹരിക്കുമായിരുന്നു, അയാൾ നല്ല വിനയുള്ള ആളാ ശൈഖ് റിഫാഇ തങ്ങളെ പോലെ എന്ന് പറയുന്ന അത്രമേൽ ജനങ്ങളെ ഉദാഹരണം പറയപ്പെടാൻ മാത്രം വിനീത വിധേയത്വവും ഭവ്യതയുള്ള ജനനായകനായിരുന്നു സയ്യിദുനാ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. കാന യദ്ഹബു ഇലൽ മർള അൽ മുസാബീന ബിൽ ജുദാ. നമ്മൾ അറപ്പോടും വെറുപ്പോടെയും കാണുന്ന ലിപ്രസി പോലെയുള്ള, കുഷ്ഠരോഗം പോലെയുള്ള, വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട് തെരുവിന്റെ മക്കളായി കഴിയുന്ന രോഗികളുടെ അടുക്കലേക്ക് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു പോകും. എന്നിട്ട് അവരെ കരംഗ്രഹിച്ചുകൊണ്ട് അവരെ സമാധാനിപ്പിക്കും. അവരുടെ മനതലങ്ങളിൽ ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹൃതമാക്കി കൊടുക്കും. മാത്രമല്ല കാന യുത്ഇമുഹും, അവരെ ഭക്ഷിപ്പിക്കും. മാത്രമല്ല വയത്അമു മഅഹും, അവരോട് കൂടെ ഭക്ഷിക്കും. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു നമ്മളങ്ങനെ ചെയ്യോ? നമ്മൾ കൊടുത്തിട്ടിങ്ങ് പോരും. ഇത് അവരെ ഭക്ഷിപ്പിക്കുക മാത്രമല്ല, അവരുടെ കൂടെ അവരിൽ ഒരാളായി രോഗികളുടെ കൂടെ ഇരുന്നു കൊണ്ട് ഭക്ഷിച്ചവർക്ക് സാന്ത്വനത്തിന്റെ ഒരു ബിഹേവിയർ കൊടുക്കുന്നയാളാണ് ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ സുമ്മ യഖുദു സിയാബഹും ഫയുഗ്സിലുഹാ ലഹും, അവരുടെ വസ്ത്രം എടുത്തിട്ട് അലക്കി കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു കൊടുക്കും, ഉണക്കിയിട്ട് കൊടുക്കും. ആരാണ് ശൈഖ് റിഫാഇ? കാന അഅലമുൻ നാസി ഫീ സമാനിഹി, സമകാലികരിൽ സമശീർഷരായ പണ്ഡിതന്മാരുടെ ഇടയിൽ അഗ്രേസരനായ ലീഡർഷിപ്പുള്ള മഹാനാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതായത് റഈസുൽ ഉലമ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുനെ പോലെ നിൽക്കുന്ന സമയത്ത് താഴേക്കിടയിൽ തെരുവിന്റെ മക്കളായി കിടക്കുന്ന, തെരുവിൽ കുഷ്ഠരോഗം പിടിച്ച് വെള്ളപ്പാണ്ട് പിടിച്ച് ആരാരും വെറുപ്പും മറപ്പോടെയും കാണുന്ന രോഗികളെ ശുശ്രൂഷിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് തീറ്റി പോറ്റുന്നതോടൊപ്പം, അവരിൽ ഒരാളായി ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അവരെ കുളിപ്പിച്ച് മുടിചീകി കൊടുത്ത് വസ്ത്രമെടുത്ത് കഴുകി അലക്കി ഉണക്കി ധരിപ്പിക്കുന്ന ആൾ ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ അവർക്ക് മരുന്ന് കൊടുക്കും. അവരെ രോഗത്തിന്റെ പരിചരണം എന്ന നിലക്ക് മരുന്ന് വാങ്ങിച്ച് മരുന്ന് സംഘടിപ്പിച്ചു കൊടുക്കും. അത് ലേപനം ചെയ്തു കൊടുക്കും. ശരീരത്തിൽ മുറിവും വ്രണങ്ങളും ഉള്ള ഇടങ്ങളിൽ ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടെ ലേപനം ചെയ്തു കൊടുക്കും. അതുപോലെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 40 ദിവസത്തോളം അതിനെ പരിചരിച്ച് ആൾതാമസം ഇല്ലാത്ത ഇടത്തേക്ക് കൊണ്ടുപോയി ചുടുവെള്ളം വെച്ച് ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് അതിനെ ശുശ്രൂഷിച്ച് പരിപൂർണമായും ഭേദപ്പെട്ടതിന് ശേഷമാണ് അതിനെ പട്ടണത്തിലേക്ക് കൊണ്ടുവന്നത് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതെ, അവിടുന്ന് കാന ശാഫിഇയ്യൻ ഫിൽ മദ്ഹബ്, നമ്മുടെ മദ്ഹബിന്റെ ആളായിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ അശ്അരിയൻ ഫിൽ അഖീദ, വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ അശ്അരി മദ്ഹബുകാരനായിരുന്നു. വസല ഇലാ ദറജത്തിൽ ഇജ്തിഹാദിൽ മുത്ലഖ്, സമശീർഷരായ പണ്ഡിതന്മാര് സാക്ഷ്യപ്പെടുത്തുന്നു, പറഞ്ഞു വെക്കുന്നു, അവിടുന്ന് മുജ്തഹിദ് മുത്ലഖായിരുന്നു എന്ന് പറഞ്ഞു വെച്ച ആളുകളുണ്ട്. കാന ഫഖീഹൻ, അവിടുന്ന് കർമ്മശാസ്ത്ര വിശാരദനായിരുന്നു. ഫിഖഹിന്റെ എന്ത് സമസ്യകൾ വരുമ്പോഴും പൂരണം കൊടുക്കാൻ മാത്രം പിന്നെ കർമ്മശാസ്ത്ര വിശാരദനായിരുന്നു. ഫിഖഹിൽ അഗ്രഗണ്യനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. മുഹദ്ദിസൻ, അവിടുന്ന് തിരുവചസ്സുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചസ്സുകൾ അപഗ്രഥിച്ച മുഹദ്ദിസായിരുന്നു. വമുഫസ്സിറൻ, വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാക്കളിൽ ഉടുചൂടാ മന്നനായിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. വകാന അഅലമു അഹ്ലി സമാനിഹി, ശൈഖ് റിഫാഇ തങ്ങൾ അവിടുത്തെ കണ്ടംപററിയൻസിനിടയിൽ, അവിടുത്തെ സമകാലികരായ പണ്ഡിതർക്കിടയിൽ അഗ്രേസരനായിരുന്നു.
സമകാലികർക്കിടയിൽ പിന്നെ ഉന്നത ശീർഷകനായിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. വകാന യുദ്റബു ബിഹിൽ മസലു ഫി തവാദുഇ. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ, ഭവ്യതയുടെ വിഷയത്തിൽ, തവാദുഇന്റെ വിഷയത്തിൽ, വിനയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം നല്ല വിനയാനിതനാണ്. ശൈഖ് റിഫാഇയെ പോലെ എന്ന ആളുകൾ ഉദാഹരിക്കുമാർ അത്രമേൽ ജനങ്ങളോട് വിനീത വിധേയത്വത്തോടെ പെരുമാറുന്ന ഭവ്യതയുടെ പ്രതിരൂപമായിരുന്നു ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട വഖദ് വസഫഹുൽ ഇമാമു റാഫിഈ, ഷാഫി ഫിഖ്ഹിലെ മുടിചൂട മന്നനാണ്, അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണ് റാഫി ഇമാം. ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ തങ്ങളെ വർണ്ണിക്കുന്നത് മുഹർരിറു മദ്ഹബി ഷാഫിഈ, ഷാഫി മദ്ഹബിലെ അക്കാലത്തെ ചീഫ് എഡിറ്ററാണ് ബഹുമാനപ്പെട്ട ശൈഖ് റിഫാഇ തങ്ങൾ എന്നാണ്. അക്കാലഘട്ടത്തിൽ വരുന്ന ഷാഫി മദ്ഹബി അനുസരിച്ചുള്ള മസ്അല പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയ ആധികാരികതയുടെ അവസാന വാക്ക്. സമകാലങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ വരും ഫിഖ്ഹിൽ. അപ്പോ ശൈഖ് റിഫാഇ എന്ന് പറയുന്നു നോക്കാൻ വേണ്ടി പണ്ഡിതന്മാർ വരും. അങ്ങനെ ഷാഫി ഫിഖ്ഹിലെ അക്കാലത്തെ ആധികാരികതയുടെ അവസാന വാക്കായിരുന്നു മുഹർരിറു അൽ മദ്ഹബി ഷാഫിഈ എന്ന് ഷാഫി ഫിഖ്ഹിലെ പണ്ഡിതനായ റാഫി ഇമാം അവിടത്തെ വർണ്ണിച്ചു പറയുകയാണ്. കാന മുതമക്കിനൻ ഫിദ്ദീനി സഹിലൻ അലൽ മുസ്ലിമീൻ സുഅബൻ അലൽ ളാലിൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും സ്വഭാവം പറഞ്ഞില്ലേ, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. അപഥസഞ്ചാരികളുടെ മേൽ മാർഗഭ്രംശം സംഭവിച്ച മുബത്തദികളോട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനോട് നന്ദികെട്ട വിഭാഗം, മറുകണ്ഠം ചാടി വിഭാഗത്തിനോട് അവർ സ്ട്രോങ് ആയി, വളരെ റിജിഡായി പെരുമാറുന്ന കാർക്കശ്യ സ്വഭാവത്തിന്റെ ആളുകൾ, മതനിഷ്ഠയുള്ള ആളുകളാണ്. പക്ഷേ മുസ്ലിമീങ്ങൾ പരസ്പരം, അതുപോലെ തന്നെ സഹാബികൾ പരസ്പരം, മുത്തുനബിയുടെ അനുചര വൃന്ദം പരസ്പരവും, മുത്തുനബി അങ്ങോട്ടും മുത്തുനബിയോട് ഇവരങ്ങോട്ടും പരസ്പരം ഹൃദയ നൈർമല്യതയോടെ, സ്നേഹത്തോടെ, സ്നേഹമസൃണതയോടെ പെരുമാറി. അതുപോലെയാണ് ശൈഖ് റിഫാഇ തങ്ങളെ കുറിച്ച് പറയുന്നു, അപഥസഞ്ചാരികളോട്, മുജാഹിദ് ജമാഅത്ത് തബ്ലീഗിനെ പോലെയുള്ള നമ്മുടെ ഈ പാതയിൽ നിന്ന് മറുകണ്ഠം ചാടി അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊഞ്ഞനം കുത്തുന്ന വിഭാഗം, വഴിപിടച്ചവർ, അവര് പിന്നെ അബദ്ധജടിലമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന വിഭാഗത്തോട് വളരെ കർക്കശമായാണ് ശൈഖ് റിഫാഇ റളിയല്ലാഹുവിന്റെ നിലപാടുകൾ. പക്ഷേ അല്ലാഹുവിന്റെ ഔലിയാക്കളെ നെഞ്ചേറ്റി നടക്കുന്ന, ഇതുപോലെ നരിക്കോട് ഉസ്താദിനെ സ്നേഹിച്ച് അവിടുത്തെ ഓരം പറ്റി ജീവിക്കുന്ന സാലിഹീങ്ങളോട് ശൈഖ് റിഫാഇയുടെ നിലപാട് ഹയ്യിനൻ ലയ്യിനൻ ബശ്ശൻ. അവിടുന്ന് എപ്പോഴും മന്ദസ്മിതനായി, ഹൃദയ നിർമ്മലതയോടെ, വിശാല ഹൃദയത്തോടെ, വളരെ ഭവ്യതയോടെ, വിനയാന്വിതനായി പെരുമാറുന്ന വളരെ ഫ്ലെക്സിബിളായ ആളായിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. അതുപോലെ വകാന ഹുസ്നുൽ ഖുൽഖി കരീമുൽ ഖുൽഖ്, അവിടുത്തെ സ്വഭാവം ഉത്കൃഷ്ടമായിരുന്നു. അവിടുത്തെ സ്വഭാവം ആളുകളോട് എപ്പോഴും നല്ല ആകർഷ്ട സ്വഭാവത്തിന്റെ ആളാണ്. കുപിതനാവുകയില്ല, ദേഷ്യം പിടിക്കുകയില്ല, ക്ഷിപ്രകോപമില്ല, മുൻകോപമില്ല. എല്ലാ ആളുകളോടും നല്ല വിനയത്തോടെ പെരുമാറുന്ന ഫ്ലെക്സിബിളായ സ്വഭാവത്തിന്റെ ഉടമ. അതുപോലെ ഹുൽവുൽ മക്കാലിമ, അവിടുത്തെ സംസാരങ്ങൾ, ആളുകളോടുള്ള പിന്നെ ഡീലിംഗ്സ്, ആളുകളോടുള്ള പിന്നെ സംവാദങ്ങൾ, അവരോടുള്ള സംസാരങ്ങൾ എല്ലാം വളരെ നിർമ്മലതയോടുകൂടിയും നല്ല മധുരിതവുമായിരുന്നു. പരസ്പരമുള്ള ഇടപെടലുകൾ, നയനിലപാടുകൾ എല്ലാം ആളുകൾ ആകർഷിക്കുന്ന വിധത്തിൽ വളരെ ലുത്ഫോടെ, മമതയോടെ, സ്നേഹമസൃണതയോടെ ആയിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു. ലാ യമല്ലുഹു ജലീസുഹു, ഒരിക്കലും തന്നെ അവിടുത്തെ സദസ്യരെ അവിടുന്ന് മടുപ്പിക്കുമായിരുന്നില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണഗണം പറയുന്നിടത്ത് പറയുന്നുണ്ട്, അവിടെ നിന്ന് ഒരിക്കലും തന്നെ അനുചരരായാലും അന്യരായാലും ആളുകളെ മടുപ്പിക്കുന്ന സംസാരം ഉണ്ടാവുമായിരുന്നില്ല. ലാ യഖ്തഉ കലാമ ഗൈറഹു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതരരുടെ വർത്തമാനം മുറിക്കുന്ന സ്വഭാവം ഉണ്ടാവൂല. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മളിപ്പം പറയും, ഞാനിപ്പോ തളിപ്പറമ്പിൽ നിന്ന് ബസ് കയറുമ്പോ ഒരു പോക്കറ്റ് അടിക്കാരൻ ഒരാളെ കീശയിൽ കൈയിട്ട് എന്ന് പറയുമ്പോൾ, ആ കണ്ണൂരിൽ ഇന്നലെ ഉണ്ടായതിന്, ഇന്നലെ ഒരുത്തൻ കീശയിൽ കേട്ട് അപ്പം തന്നെ ആൾക്കാരെ കാലിൽ പൊട്ടിച്ചോനും ചാവട്ടിക്കുട്ടി മൂല കിട്ടുന്നു.
ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കള്ളന് പോക്കറ്റ് അടിക്കാരൻ കീശയെ കൈയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൂർത്തിയാക്കട്ടോ. അത് സമ്മതിക്കൂല. അന്നേരം ഇന്നലെ കണ്ണൂർ നടന്ന സംഭവം പറഞ്ഞ് ഫലിപ്പിച്ച് കഴിഞ്ഞ് എൻ്റെ വർത്താനം അവിടെ മുറിഞ്ഞു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്കൃഷ്ട സ്വഭാവം വിവരിക്കുന്നിടത്ത് മഹത്തുക്കൾ പറയുന്നു, കാന ലാ യഖ്തഉ കലാമ ഗൈരിഹി, അന്യരുടെ വർത്തമാനം മുറിക്കുന്ന ശീലം ദുശീലമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ശൈഖ് റിഫായി തങ്ങളും അങ്ങനെയാണ്. ഒരിക്കലും സദസ്സിനെ മടുപ്പിക്കുന്ന വിധത്തിൽ ആളുകളുടെ സംസാരം മുറിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ കത്തിയടിച്ചു കൊല്ലുകയോ ചെയ്യുന്ന ഒരു പെരുമാറ്റം ശൈഖ് റിഫായി തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടുത്തെ മജ്‌ലിസുകളിൽ നിന്ന് വഅദ് പറയുമ്പോൾ, ഉപദേശങ്ങൾ നടത്തുമ്പോൾ, അധ്യാപനങ്ങൾ നടത്തുമ്പോൾ അധ്യയനത്തിന് വേണ്ടി വന്ന ശിഷ്യർ, അതുപോലെ തന്നെ സദസ്യർ ആരും തന്നെ സദസ്സ് വിട്ടു പോവില്ല. അത്രമേൽ ആകൃഷ്ടവും അത്രമേൽ സമ്പുഷ്ടവുമായിരുന്നു. എന്തെങ്കിലും പഠിക്കാതെ വന്നിട്ട് വിളമ്പുന്ന ആളല്ല. ആശയ സമ്പുഷ്ടമായ വഅദുകളായിരുന്നു. മുമ്പിലുള്ളവരും ബാക്കിലുള്ളവരും ശൈഖ് ജീലാനിയുടെ വഅദ് കേൾക്കുന്നത് പോലെ ദൂരെയുള്ളവരും അടുത്തുള്ളവരും ഒരുപോലെ കേൾക്കുന്ന കറാമത്തിന്റെ തിരുവചസ്സുകളായിരുന്നു ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഉണ്ടായിരുന്നത്. വലിയ പാണ്ഡിത്യമുള്ള മഹാൻ. 100 കൂട്ടം ആലിമീങ്ങൾ ഒരുമിച്ച് കൂടി. ശൈഖ് ജീലാനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. സമകാലികരായ പണ്ഡിതന്മാർ അവിടത്തോട് അസൂയ വെച്ചിട്ടുണ്ട് ശൈഖ് റിഫായിയോടും. ഒരു കൂട്ടം പണ്ഡിതന്മാർ വന്നു. പിന്നെ അവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട റാഫി ഇമാം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അവിടെ വന്നു നോക്കുമ്പോ ഒരുപാട് ഖാദിമാർ, അതുപോലെ തന്നെ മുഫ്തിമാർ, വലിയ തദ്രീസ് നടത്തുന്ന മുദരിസുമാർ, മുഹദ്ദിസുകൾ, മുഅദ്ദിഖുകൾ, മുജവ്വിദുകൾ, മുഫസ്സിറുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭാധരന്മാരായ ആളുകളെ തടിച്ചുകൂടിയിട്ടുണ്ട് അവിടുത്തെ പള്ളിയിൽ. ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ അധ്യാപനം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി ഓരോരോ ചോദ്യം. ഒരു വലിയ ശൈഖ് ചോദിക്കുന്നത് തഫ്സീർ സംബന്ധിയായ ചോദ്യമാണ്. മറ്റൊരു പണ്ഡിതൻ ചോദിക്കുന്നത് ഗോളശാസ്ത്ര സംബന്ധിയായതാണ്. മറ്റൊരാൾ ചോദിക്കുന്നത് ഹദീസിൽ നിന്നാണ്. മറ്റൊരാൾ ചോദിക്കുന്നത് ഫിഖ്ഹിൽ നിന്നാണ്. എല്ലാ ആളുകൾക്കും വ്യത്യസ്ത ഫന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചോദ്യങ്ങൾക്ക് മുനയൊടിക്കുന്ന ഉരുളക്കുപ്പേരി പോലെ നല്ല വാക്ചാതുര്യോടുകൂടി അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അവരെ മനസ്സിൽ പ്രശ്നവൽക്കരിക്കപ്പെട്ട സകല സമസ്യകൾക്കും സകല സംശയങ്ങൾക്കും ഉത്തരം കിട്ടുന്ന കോലത്തിലുള്ള പ്രതിഭാത്വം തുളുമ്പുന്ന മറുപടി ആധികാരികമായി ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആനെ വിസ്തരിച്ചുകൊണ്ട്, ഹദീസിനെ അർത്ഥിച്ചുകൊണ്ട്, വ്യാഖ്യാനിച്ചുകൊണ്ട് ശൈഖ് റിഫായി ഇങ്ങനെ കൊടുക്കുകയാണ്. നേരം കുറേയായി. അപ്പൊ മറ്റൊരു ശൈഖ് എണീറ്റ് പറഞ്ഞു, നിർത്ത്, നിനക്ക് മതിയാക്കാനായിട്ടില്ലേ? അള്ളാഹുവിന്റെ ഇതിലുകൊണ്ട് ഈ പ്രതിഭാധരനായ ശൈഖ് നേരം പുലരുവോളം നിങ്ങൾ ഏത് ഫന്നിൽ നിന്ന് ഏത് ചോദ്യം എത്ര ചോദിച്ചാലും മറുപടി പറയാൻ മാത്രം ഊർജ്ജസ്വലതയോടെ നിൽക്കുന്നയാളാണ്. പക്ഷേ അവിടെ നിന്നൊരു മനുഷ്യനല്ലേ, നിർത്തിക്കൂടാ നിങ്ങൾക്ക്? അപ്പൊ മന്ദസ്മിതനായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, അവരെ വിട്ടേക്ക്, അവര് ചോദിച്ചോട്ടെ. അവരെത്രത്തോളം ചോദിക്കുക? അവര് ഞാനില്ലാതാകുന്നവരല്ലേ ചോദിക്കുള്ളൂ. എനിക്കെപ്പോഴും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം ആയുർദൈർഘ്യം ഉണ്ടാവോ? അതുകൊണ്ട് ചോദിച്ചോട്ടെ, ഉള്ളപ്പോഴല്ലേ ചോദിക്കാൻ കഴിയുള്ളൂ. അവരെ വിട്ടേക്ക്, അവരെ പാട്ടിനെ വിട്ടേക്ക്, ചോദിക്കട്ടെ. ഞാൻ ഇല്ലാതാകുന്നത് വരെയല്ലേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവിടത്തെ ഇല്ലാതാവുക എന്നുള്ള ഒരു വാക്ക് ധ്വനി അതിൽ കേട്ടപ്പോൾ അവിടെയുള്ള സദസ്സ് മുഴുവനും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അത് ശ്രവിച്ചു. പലരും ബോധക്ഷയരായി നിലംപതിച്ചു, പലരും മയ്യത്തായി പോയി. 40,000-ഓളം സ്വാഭികൾ അഥവാ പുതുവിശ്വാസത്തിലേക്ക് റിലീജിയസ് കൺവേർഷൻ നടത്തിയ, മതപരിത്യാഗം നടത്തിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പല മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ തമ്മാടികളായിരുന്നു. പക്ഷേ അവർ തൗബ ചെയ്തുകൊണ്ട് ആ സദസ്സിൽ നിന്ന് അവിടത്തെ കരംഗ്രഹിച്ചുകൊണ്ട് തൗബ ചെയ്ത് യഥാർത്ഥ സൽപാന്താവിലേക്ക് മടങ്ങി. ഒരൊറ്റ വാക്ക അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മിമ്പറിൽ ഇരുന്നിട്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് ചുറ്റുഭാഗത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് ഒറ്റ കരച്ചിൽ. മദീനത്തെ പള്ളി ഒട്ടാകെ കരഞ്ഞു.
ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ദിവസം വഅദിന് കസേരയിൽ ഇരുന്ന് ളുഹറിന് ശേഷം എന്നിട്ട് ഓറ് പറഞ്ഞു, ഞാൻ ഖിന്നനാണ്, ഞാൻ ദുഃഖിതനാണ്. കാരണം എന്താ? ഇന്നലെ വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച എന്നു ഉച്ചക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. വീട്ടിലെ പൂച്ച ചത്തുപോയി എന്ന് പറയുന്നത് കേട്ടപ്പോ സദസ്സ് കരയുന്നു. ഞമ്മക്ക് ഒരു പ്രശ്നം എന്താ? അത് അവരുടെയൊക്കെ വർത്താനം ചിലപ്പം മരണത്തിലേക്ക് ആളുകൾ കൂട്ടി മരണസ്മരണയായിരിക്കും അവരെ കരയിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുമ്പോൾ എന്തോ ഒരു ദുഃഖം കൊണ്ടാണല്ലോ കരയുന്നത്. അത് ദുന്യവിയോ ഉഖ്റവിയായ ദുനിയാവിലൊന്നും അവർ കരയൂല. അപ്പൊ അങ്ങനെ ചിന്തിച്ച്, അതായത് ഇവരുടെ പരിസരത്തുള്ള ആളുകൾ കൂടി അവരുടെ ചിന്തയുടെ ബർക്കത്തുള്ള സ്പേസ് വിട്ടിട്ടാ ചിന്തിക്കുക. അത് അവര് കരയുന്നത്. നമുക്ക് കരച്ചിലും അത്ഭുതവും വരാത്തത് നമ്മൾ ആ സ്പേസിലേക്ക് വളരാത്തത് കൊണ്ടാണ്. ഇത്രമേൽ സ്ഥാനവും മഹത്വവുമുള്ള ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത്. അല്ലാഹു ആ മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപാട് ഉസ്താദുമാരുടെ പിന്നിൽ ഉള്ളതുകൊണ്ട് ഞാൻ വേദി വിടുന്നു. അല്ലാഹു തആല ഈ കേട്ടത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതും ഒക്കെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃതമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെരിക്കോട് ഉസ്താദിന്റെ ഹുദൂർ കൊണ്ട് നമ്മളെ രണ്ടു ലോകത്തും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തവും അതുപോലെ തന്നെ അവിടുത്തെ സുഹബത്തും കൊണ്ട് നമ്മളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലെത്തിച്ചു തരുമാറാവട്ടെ. ഈ സുഹബത്തും അതുപോലെ തന്നെ ഈ കൂടലും ഒക്കെ സ്വർഗ്ഗസ്ഥരാവാനുള്ള ഒരു ഹേതുവാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.